ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ആ പെൺകുട്ടിയെ സ്വീകരിച്ചത് സ്വന്തം മകളായിട്ടാണ്. വിവാഹം കഴിഞ്ഞ് അവളെ വീട്ടിൽ വന്ന അന്ന് മുതൽ ഞങ്ങൾ അറിയാതെ അവൻ അവളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലതവണ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. എന്തൊരു ശാന്തതയോടെയാ അവനിപ്പോ സംസാരിച്ചത്. പക്ഷേ പറഞ്ഞ വാക്കുകളിലൊക്കെ ഭീഷണി തന്നെയായിരുന്നു. അല്ല ഹരി, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷ തന്നെയല്ലേ വന്നത്. കോടതി വരാന്തയിൽ വെച്ച് പോലും ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതെ അമ്മേ, അത് തന്നെയാണ് ഉദ്ദേശം. അതുകൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനിക്കണം. കോടതിയിൽ പറയാനുള്ള ഒരു കാര്യവും ബാക്കി വെക്കരുത്. എന്ത് സംഭവിച്ചാലും എനിക്ക് എന്നെക്കുറിച്ച് പേടിയില്ല. നിങ്ങളെക്കുറിച്ച് പേടിയുള്ളൂ. ആന്റി വരൂ, എന്ത് സംഭവിക്കും നമുക്ക് നോക്കാമല്ലോ. യുവർ ഓണർ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ജീവൻ നിരന്തരമായി ക്രിമിനൽ സ്വഭാവമുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണ്. കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി പ്രതിയുടെ അമ്മയെ വിസ്തരിക്കുന്നതിന് അനുവാദം തരണം. പ്രൊസീഡ്. സുജാത, ജീവൻ നിങ്ങളുടെ മൂത്ത മകനാണല്ലേ? അതെ. ജീവൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടോ? അറിയില്ല. ശരി. കുടുംബത്തിനകത്ത് ജീവന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഐ മീൻ, കുടുംബാംഗങ്ങളായ നിങ്ങളോടുള്ള ഇടപെടൽ. മോശമായിരുന്നു. മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ? ഞാനടക്കമുള്ള സ്ത്രീകളോട് അവന് ദേഷ്യമായിരുന്നു. ഒരു സ്ത്രീ നന്നായി ഒരുങ്ങുന്നത് പോലും അവന് ഇഷ്ടമല്ല. സ്ത്രീകളെല്ലാം ചീത്തയാണെന്ന് അവൻ കരുതുന്നത്. കോടതിക്ക് ബോധ്യപ്പെടാനായി അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ സുജാതയ്ക്ക്? ഒന്നല്ല, ഒരുപാടുണ്ട്. അവൻ വിവാഹം കഴിച്ചത് നിത്യയാണ്. ഞാൻ ആ പെൺകുട്ടിയെ സ്വീകരിച്ചത് സ്വന്തം മകളായിട്ടാണ്. വിവാഹം കഴിഞ്ഞ് അവളെ വീട്ടിൽ വന്ന അന്ന് മുതൽ ഞങ്ങൾ അറിയാതെ അവൻ അവളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലതവണ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. അവളെ സംശയിക്കാനും അവളുടെ പേരിൽ കഥകൾ ഉണ്ടാക്കാനും അവനൊരു മടിയും ഉണ്ടായിട്ടില്ല.
ഒടുവിൽ അവൾക്ക് നേരെ മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും നേരെ അവൻ ആയുധം എടുത്തു. ഞങ്ങളെല്ലാവരെയും കൊല്ലാൻ നോക്കി. കൂടെ ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ ഞങ്ങൾ ഒളിച്ചോടുകയായിരുന്നു നാട്ടിൽ നിന്ന്. യുവർ ഓണർ, മകനെ ജീവന് തുല്യം സ്നേഹിച്ച ഒരമ്മയുടെ വാക്കുകളാണ് കോടതി ഇപ്പോൾ കേട്ടത്. ഇതിൽ നിന്നും ജീവന്റെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവം ക്രിമിനലിന്റേതാണെന്നുള്ളത് വ്യക്തമാണ്. സ്വന്തം അമ്മയെപ്പോലും കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഇയാള് ഒരു നിരന്തര കുറ്റവാളിയാണ്. അത്തരം ഒരാൾക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാതിരുന്നാൽ അയാൾ ഈ സമൂഹത്തിന് തന്നെ വലിയൊരു വിപത്തായി മാറും. സെറീന എന്ന നേഴ്സിനെ അതിക്രൂരമായി കൊന്നുകളഞ്ഞ പ്രതി ജീവന് നിയമം നൽകുന്ന പരമാവധി ശിക്ഷ തന്നെ വിധിക്കണമെന്ന് ഈ കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. പ്രതിഭാഗത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ. യുവർ ഓണർ, മകനെതിരെ അമ്മ സാക്ഷി പറയുന്നതിന്റെയും മകൻ അമ്മയ്ക്കെതിരെ സാക്ഷി പറയുന്നതിന്റെയും വൈകാരിക രംഗങ്ങൾ കോടതി പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. സ്വന്തം മകൻ ശിക്ഷിക്കപ്പെടണം എന്ന തീരുമാനത്തോടെ സുജാത എന്ന അമ്മ കോടതിക്ക് മുൻപാകെ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ മാനിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ സുജാത പറഞ്ഞ ചില വസ്തുതകൾ ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി സുജാതയെ ചോദ്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. നിങ്ങളുടെ മകൻ കുറ്റവാസനയുള്ള ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. കുഞ്ഞുനാൾ മുതൽ അങ്ങനെയാണോ അതോ വിവാഹത്തിന് ശേഷമാണോ അങ്ങനെയായത്? വിവാഹത്തിന് ശേഷം. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. ജീവൻ വിവാഹം കഴിച്ചത് നിത്യ എന്ന പെൺകുട്ടിയല്ലേ? അതെ. നിത്യ ആരാണ് കണ്ടെത്തിയത്? ജീവനാണോ? അല്ല, ഞാനായിരുന്നു. വൈ? കാരണവന്മാർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന ആ പഴയ സമ്പ്രദായം ആവർത്തിച്ചതാണോ? അതോ തനിക്കൊരു പെൺകുട്ടിയെ കണ്ടെത്താനുള്ള കഴിവില്ലെന്ന് ജീവൻ നിങ്ങളോട് പറഞ്ഞതാണോ? നിത്യ നല്ലവളാണ്. എന്റെ കുടുംബത്തിനും എന്റെ ജീവിത സാഹചര്യങ്ങൾക്കും അവൾ ഇണങ്ങിച്ചേരുമെന്ന് തോന്നിയപ്പോ ഞാൻ അവളെ തിരഞ്ഞെടുത്തതാണ്. ദാറ്റ് മീൻസ് നിത്യ ജീവന്റെ വധുവായി വന്നത് ജീവന്റെ സെലക്ഷൻ അല്ല.